മംഗലാപുര യാത്ര എന്താണ് എന്നുള്ളത് അദ്ദേഹം കേരളീയ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അറിയാൻ പാടില്ല. ഞാൻ അവിടെ പോയത് ചെന്ന് കണ്ടത് തന്നെ ആര്യാട് മുഹമ്മദിന്റെ ഒരു ബന്ധുവിനെയാണ്. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞ ഇത്ര ഉളുപ്പില്ലാതൊരു വർത്തമാനം പറയാൻ അദ്ദേഹത്തിന്റെ യാത്രയുടെ പൈസ എവിടുന്നാണ്? ചേട്ടാ ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്തത് ആരാണ്? ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ എമൗണ്ട് എത്രയായി? എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയേണ്ടത്? എന്ത് അടിയന്തര സാഹചര്യം? ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവുമല്ല, മത്സരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പൊ ഇത്രയും വലിയ പ്രിവിലേജ് അദ്ദേഹത്തിന് യാത്രയ്ക്ക് എങ്ങനെ കിട്ടി? ഇനി മംഗലാപുരത്ത് മൂകാംബിക ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനത്തിന് പോയതാണോ? അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെ പോലെ ഒരാൾക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇവിടുന്ന ഒരു ആരാധനാലയത്തിൽ പോകാൻ? ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, കമലാസനൻ. ശ്രീ വില്ലാളി വീരനായ ശ്രീ കെ കരുണാകരൻ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസവും 1-ാം തീയതി പോയിക്കൊണ്ടിരുന്നത് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ല പോയത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? എനിക്ക് ഇത്തിരി തണ്ണുണ്ട് നിനക്കോടി. എനിക്ക് പിന്നെ തണ്ണമില്ലാണ്ടിരിക്കോ? ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിന് തൃപ്തികരമായ വിശദീകരണം കേരളീയ സമൂഹത്തിൽ കൊടുത്തില്ലെങ്കിലും ചില മാധ്യമങ്ങൾ അത് ചോദിക്കാൻ തയ്യാറല്ല. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത്? വി ഡി സതീശന്റെ ഒരു ഗുണം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യം, അദ്ദേഹത്തിന് വലിയ പ്രിവിലേജാണ് മാധ്യമങ്ങൾ. ഇത്തരം ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യവും അദ്ദേഹത്തോട് ചോദിക്കില്ല. മുട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക്. പണ്ട് സാംബശിവൻ സാറിന്റെ കഥാപ്രസംഗത്തിൽ പറയും, ഉണ്ണികളെ വലയ്ക്കുന്ന ചോദ്യമൊന്നും ചോദിക്കരുതെന്ന് പറയും. അതുപോലെ വലയ്ക്കുന്ന ചോദ്യമൊന്നും അദ്ദേഹത്തിനെതിരായിട്ട് ചോദിക്കത്തില്ല. അത്തരം ചോദ്യങ്ങൾ ഉയർത്തിയാൽ കൈരളിയും ദേശാഭിമാനി അദ്ദേഹം വളരെ മോശമായിട്ട് ആക്ഷേപിച്ച് വിടുകയും ചെയ്യും. നിനക്കിത് മതിയായില്ലേ? എന്താണ് ഇത്? ഇങ്ങനെ ഏകപക്ഷീയമായി അനുപാതരഹിതമായി കേരളത്തിലെ മാധ്യമങ്ങൾ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ളൊരു വസ്തുതയാണ്. ഈ മാധ്യമങ്ങൾ മാറിയിട്ട് ശ്രീ പിണറായി വിജയൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അവാസ്തവമാണ് എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് നാട്ടുകാരിലെത്തും എന്ന് CPM-ഓ LDF-ഓ വിചാരിക്കരുത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ആ മാധ്യമങ്ങളുടെ കാര്യം കൂടി എടുത്തു വെച്ചാൽ ഒരു കാര്യം ഇടതുപക്ഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇവിടുത്തെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ഒരു പ്രോ സംഘപരിവാർ ചാനലുകളെല്ലാം തന്നെ വി ഡി സതീശനെ വലിയ താരമായിട്ട് ഇപ്പോൾ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നുപോകരുത്. ഒരു മരുമാലങ്കൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നിങ്ങൾ ചാനൽ ചർച്ചകളെല്ലാം ശ്രദ്ധിച്ചാൽ BJP കോൺഗ്രസ് വൈരുദ്ധ്യം ഇല്ലാതായി. എടാ ഭയങ്കര, അത് കലക്കി. BJP കേരള സർക്കാരിന്റെ എല്ലാ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദാനിയെ കൂടി കിട്ടിയപ്പോഴത്തേക്കിന് അവർക്ക് ബഹുസന്തോഷമായി. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ മാധ്യമങ്ങൾ, BJP, UDF, സാമ്പത്തിക ശക്തികൾ എല്ലാവരും കൂടി ചേർന്നിരിക്കുകയാണ്. ഇടതുപക്ഷം വളരെ കരുതലോടും ജാഗ്രതയോടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമുണ്ട്. നീ ചീറ്റയുള്ളൂ, കൊത്തത്തില്ല, പല്ല് പോയില്ലേ? സുഖമില്ലാത്ത ആളാ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.